ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം പലപ്പോഴും ഡെയിലി എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ ഇടാൻ പ്ലാൻ ഉണ്ട്. അപ്പം മേ ബി ഒരു 2-3 വർഷം കഴിഞ്ഞായിരിക്കും ഇതെല്ലാം എല്ലാവരും കാണാൻ പോണേ. പക്ഷെ സ്റ്റിൽ എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ, എൻ്റെ ഒരു ശാന്തിക്ക്, ഒരു സമാധാനത്തിൽ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നാളത്തെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തത് ജസ്റ്റ് രാവിലെ ഓടാൻ പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട്, ആരും വരുന്നില്ല, അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് എക്സസൈസ് ഓടാൻ പോകുന്നു. ജസ്റ്റ് ഒരു ഷോർട്ട് എടുത്തിട്ട് 2-3 മിനിറ്റിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഇടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മൂവി റിവ്യൂ ആണ്. ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി, ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവീസിലൊന്ന്, ഒരു മൂവി എന്ന് പറഞ്ഞാൽ മൂവീസിലൊന്ന്. കുറേ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്തതും കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്ത് കണ്ടതും, എന്നാൽ ഇത് കണ്ടതിന് ശേഷം കുറേ ആൾക്കാർ കാണാൻ പോകുന്നതായിട്ടുള്ള മൂവിയാണ്. ഒരു ജാപ്പനീസ് മൂവിയാണ് വുഡ്സോ എന്ന് പറഞ്ഞിട്ട്. 2017-18 റിലീസ് ടൈം ഓർമ്മയില്ല. വുഡ്സോ എന്ന് പറഞ്ഞ മൂവി. അതിലെ നടൻ്റെ വേറെ മൂവി വേറെ എനിക്ക് ഓർമ്മയില്ല. അവൻ്റെ ഹിമിസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, അവൻ്റെ തന്നെ. അത് കുറച്ച് ഷെയ്ഡി, ഒരു ഷെയ്ഡി ടച്ചൊക്കെ ഉള്ളൊരു ടൈപ്പ് ഓടാണ്. പക്ഷെ അതൊക്കെ ഉള്ള, പക്ഷേ വുഡ്സോ ഞാൻ ഈ ഫോൺ വാങ്ങുന്നതിന് എൻ്റെ റിയൽമിയുടെ ഒരു ഫോണാണ്, റിയൽമി 8 എന്ന് പറഞ്ഞത്. ആ ഫോൺ വാങ്ങിയിട്ട് ഞാൻ ഈ വുഡ് ജോബ് കണ്ട്, എന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ ആ കയ്യിൽ നിന്ന് എറിഞ്ഞ് പൊട്ടിക്കുന്നവരെ ആ ഫോണിൽ ആ പടം ഉണ്ടായിരുന്നു. വുഡ് ജോബ് എന്ന് പറഞ്ഞ മൂവി ആ ഫോണിലുണ്ടായി. വുഡ് ജോബ് ഉണ്ടായി. പിന്നെ ഇതുണ്ടായി, ഇത് കിക്കീസ് ഡെലിവറി സർവീസ് പറഞ്ഞ ഒരു ആനിമയാണ് ഇതും. പിന്നെ സൈലന്റ് വോയിസ്. ഈ 3 ഫോൺ ഞാൻ ഡിലീറ്റ് ആക്കണ്ട വെച്ചാൽ. പിന്നെ ഇതും ഉണ്ടായി, മറ്റേ ഒരു ജാപ്പനീസ് വേറൊരു മൂവിയും കൂടി ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു, ആനിമയാണ്. ഇത് 3 ഉണ്ടായിട്ട് മൂവി ഞാൻ ഡിലീറ്റ് ആക്കേണ്ടി വെച്ചു. കാരണം നന്ന ഊമ്പിരിക്കോ എന്നുള്ളൊരു അവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ ഒന്ന് കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് മൂവീസ് അല്ലേ. നമ്പർ 1 വുഡ്ജോ. വുഡ്ജോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ കാണുന്നില്ലല്ലോ, അയ്യോ ഗൈസ്, മരുന്നല്ലേ പറയാം. ടിഷ്യൂ ഓക്കെ. വുഡ്ജോമിനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ ജസ്റ്റ് സിറ്റി ലൈഫ്, സിറ്റി ജീവിതം ജീവിച്ചുകൊണ്ടെങ്കിൽ ഒരു 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 പയ്യൻ കോളേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് എന്നാ ചെയ്യാൻ എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പയ്യൻ, സിറ്റിയിൽ ജീവിച്ച് വളർന്ന ഒരു പയ്യൻ ഒരു സിറ്റുവേഷനിൽ അടുത്ത് എന്നാ, അതായത് എല്ലാം കഴിഞ്ഞ് അടുത്ത് എന്ത് ചെയ്യും, അടുത്തിന് എന്ന് അവൻ്റെ പ്ലാൻ, അടുത്ത് ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജസ്റ്റ് അവൻ പോകുന്ന വഴിക്ക് ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ വുഡ് ജോബ് എന്ന് വെച്ചാൽ വുഡ് ജോബിൻ്റെ കോഴ്സാണ്. അപ്പോൾ അത് പഠിപ്പിക്കുന്നുണ്ട്. സ്ഥലം ഇങ്ങനെയാണ്. അതിൽ ആ പോസ്റ്ററിൽ ഒരു പെണ്ണിൻ്റെ ചിത്രമുണ്ട്. അപ്പം ഇവൻ എന്ത് വിചാരിച്ച്, ഇവനാ പെണ്ണ് അവിടെ ഉണ്ടാവും, അല്ലെ പെണ്ണിനെ വളർക്കുക, അല്ലെ ആ ഒരു മൈൻഡിൽ ഇവൻ അവിടത്തേക്ക് പോയ ഫസ്റ്റ് ദിവസം തന്നെ ഇവന് ഇഷ്ടപ്പെടാത്ത, അതായത് സിറ്റിയിൽ നിന്ന് നേരെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആൾക്കാരും പിന്നെ അവിടുത്തെ പ്രകൃതിയും പ്ലസ് അവിടുത്തെ കംഫർട്ട്, നമ്മൾ സിറ്റിക്ക് നിന്ന് നമുക്ക് ഇരിക്കുന്ന ടോയ്ലറ്റ് ആയിരിക്കുമല്ലോ അവിടെ ഇരിക്കുക, ഡിഫറൻസ് മനസ്സിലായി. അപ്പം ആ ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ ഒരു മൂഡ് പോയി. ഫസ്റ്റ് ഡേ ഇവൻ അവിടുന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് പോവാൻ റെഡിയായി. പോണ വഴിക്ക് ഇവൻ ആ പെണ്ണിനെ കണ്ട്, ആ പോസ്റ്ററിലുള്ള പെണ്ണിനെ കണ്ട്. ഫസ്റ്റ് ഇവൻ എടുക്കാൻ വന്ന ടീച്ചറോട് ചോദിച്ചു, ഈ പോസ്റ്ററിലുള്ള പെണ്ണ് ഇവിടെ ഉണ്ടോ? അപ്പം ഇല്ലാതെ. അപ്പോൾ അവന് മൂഡ് പോയിട്ടാണ് പോകുന്ന വഴിക്ക് ഇവളെ കണ്ട്, പിന്നെ അവിടെ തന്നെ നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവനെടുത്ത് തീരുമാനം, അവൻ്റെ ലൈഫ് അതിന് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്ര മെയിനായിട്ടൊരു സീനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ്. ഞാൻ ഇപ്പോൾ കണ്ടാലേ പറയാൻ പറ്റില്ല, ഞാനൊന്നും പറയുന്നില്ല. അതിലൊരു സീനുണ്ട്.
ഇനി ഞാൻ സ്പോയിലർ അങ്ങനെ നിങ്ങൾ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോ. നിങ്ങൾ ഓൾറെഡി കണ്ടതെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കാണാത്തവരെങ്കിൽ ഈ സീൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോ. കാരണം ഒരു എക്സ്പ്ലനേഷൻ പ്ലസ് റിവ്യൂവും കൂടിയാണ്. എക്സ്പ്ലനേഷൻ അല്ല, ജസ്റ്റ് എന്തെങ്കിലും കണ്ടവർക്ക് കാണാൻ പറ്റിയ ഒരു റിവ്യൂ ആണ് വിചാരിച്ചത്. അതിൽ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇവരെ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, വനം, പിന്നെ അങ്ങനത്തെ കുറച്ച് ടൈപ്പാണ്, ഭൂമി, അങ്ങനത്തെ ഇതാണ് ഇവർ ഗോഡ്സ്. എനിക്ക് ശരിക്കും ഇവരെ ഇതറിയത്തില്ല, പക്ഷെ എന്നാലും ഇഷ്ടം ഇങ്ങനെയാണ്. എന്നിട്ട് ഒരു കുട്ടീനെ ഒരു കാട്ടിലേക്ക് കാണാതെ പോകും. ആ കാട്ടിലേക്ക് കാണാതെ പോയാൽ കിട്ടത്തില്ല, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ. ആ കാട്ടിലെ ദൈവം അല്ല അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. എന്നിട്ട് ആ കുട്ടിയെ കാണുന്നിട്ട് ഇവൻ ആ കാട്ടിലേക്ക് ഇറങ്ങും. അതിന് മുന്നേ ഇവൻ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഗോഡിനെ പോലത്തെ ഒരു പ്രതിമ, ജസ്റ്റ് ഒരു കല്ല് പോലെ ഉണ്ടാവും. അപ്പോൾ ഇവൻ ജസ്റ്റ് നമ്മൾ നോർമലായിട്ട് കഴിച്ചോട്ടെ, അതിൽ ദൈവമായാലും കഴിച്ചോട്ടെ നല്ല രീതിക്ക് റൈസ് ബോൾ ഉണ്ട്. ഈ റൈസ് ബോൾ അവിടെ വെക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് മുന്നേ നടന്ന സീനായത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ ആ കുട്ടീനെ, ഇത് കാണാതെ പോയ ചെറിയ കുട്ടീനെ രക്ഷിക്കൊണ്ട് ഇവനെ ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ഒരു വൈറ്റ് ഇട്ട ഒരു പെണ്ണ് വന്നിട്ട്, കുറച്ച് ക്ലൗഡി മിസ്റ്റി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആ പെണ്ണ് വന്നിട്ട് കൈ പിടിച്ചിട്ട് പോയിട്ട് ആ കാണാതായ കുട്ടിയുടെ അവിടെ എത്തിക്കും. എന്നിട്ട് ഇവൻ കുട്ടീനെ പിടിക്കും. എൻ്റെ കൈ നോക്കുമ്പോൾ അതിൽ ഈ റൈസിലെ ചോറിൻ്റെ അന്നം പറ്റിയിട്ടുണ്ട് ഇവൻ്റെ കയ്യിൽ. ഇപ്പം ഇവന് കത്തത്തില്ല, പക്ഷെ നമുക്ക് കാണാൻ ഒരു കത്തും. ആ ഗോഡാണ് ആക്ച്വലി ഇങ്ങനെ കൈ പിടിച്ചിട്ട് പോയിട്ട് അവിടെ ആ കുട്ടീൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതിൽ എത്തും. എന്നിട്ട് ഇവൻ ആ കുട്ടീനെയും കൂട്ടിയിട്ട് വരും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടത്തില്ല, പക്ഷെ കാണുമ്പോൾ ആ ഒരു സാധനം കിട്ടും. ഏറ്റവും ഇഷ്ടപ്പെടുവാടാ അതിൻ്റെ ക്ലൈമാക്സ് ഒരു സീനും ഒത്തേ. ക്ലൈമാക്സ് ഞാൻ പറയുന്നത് നിങ്ങൾ കാണും. ക്ലൈമാക്സ് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ആ പടം. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഭയങ്കര വർക്ക് പ്രഷറും കാര്യങ്ങളെല്ലാം ഇത് മടുത്തൊരു ഊമ്പിത്തെറ്റിട്ട് ഇങ്ങനെ ഈ ഒരു മൂഡിൽ ആ പടം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും കൂടുതൽ പോയിട്ട് കാണാം. ഇങ്ങനെ കുറച്ച് നല്ല നല്ല പടങ്ങളുണ്ട്. ബെറ്റർ ഡേയ്സിൽ കണ്ടില്ല, അതിലും ചൈനീസ് പടം ബെറ്റർ ഡേയ്സ് കണ്ടി. ഇതൊരു സീനോടാ. കുറേ കാണാത്ത കുറേ നമ്മുടെ മലയാളികൾ ഒട്ടുമുക്കാൽ ആൾക്കാരും കണ്ടത് ഈ ബിഗ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് റിലീസ് ഒരു മൂവി ഉണ്ട്. അതിലെ ആക്ടർ വൻ സീനായിട്ട് അഭിനയിച്ചിട്ട് കുറേ സെറ്റ് അഭിനയമായിരുന്നു. അവൻ കുറേ കമൻ്റൊക്കെ വന്നിന്, ഹീ ഡിഡിൻറ്റ് ഡിസേർവ് ഓസ്കർ ഡിസേർവ് ഹിം എന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനത്തെ ആക്ടിങ് ആണ് മറ്റേ ബിഗ് വേൾഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സിനിമയിലില്ല ഇവൻ്റെ. അപ്പോൾ അവൻ്റെ ഒരു മൂവിയാണ് ബെറ്റർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കാണാൻ പറ്റുമെന്ന് കാണാം, അല്ലെങ്കിൽ വുഡ് മസ്റ്റ് വാച്ച് മൂവി ബ്രോ. മരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 2-3 പടങ്ങൾ കാണും. ജീവിച്ചെന്ന് പറ്റിയല്ല, കുറച്ച് സന്തോഷത്തോടെ ജീവിച്ചെന്നാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇങ്ങനെ ഒരു ഗ്രാമത്തിലൊരു വീടെടുത്ത് ജീവിക്കണം എനിക്ക് പണ്ടേ ആഗ്രഹമാണ്. പോയിട്ടില്ല ലൈറ്റ് മരി കളിയാണ് കളിക്കുന്നത്. ഇങ്ങനെ ഗ്രാമത്തിൽ വീടെടുത്തിട്ട് താമസിക്കുക. അതും ജപ്പാനിലെ ഗ്രാമത്തിൽ ഒരു വുഡ് ഷോപ്പിൽ കാണുന്ന പോലത്തെ ഒരു ഗ്രാമത്തിൽ വീടെടുത്തിട്ട് താമസിക്കുക ഫാമിലിയായിട്ട്. ഒന്നിക്കലും ഇവിടെ നിന്ന് കെട്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടും. അവിടെ നിന്ന് കെട്ടിട്ട് നടക്കത്തില്ല, ചാൻസ് ഉള്ള കെട്ടിയിട്ട് പോവാം സമാധാനപരമായിട്ട് ഫാമിലിയായിട്ട്. ശരിക്കും അതാണ് എനിക്ക് വേണ്ടത് ലൈഫിൽ. എനിക്ക് ആ ഒരു പീസ്ഫുൾ ലൈഫാണ് വേണ്ടത്. അതാണ് ഏറ്റവും അടിപൊളി. കാരണം ഒരു 5-6-7-8 വർഷം വർക്ക് ചെയ്യുക, പൈസയൊക്കെ അവിടെ പോവാം, എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റാ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റാ എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തിടുക, എന്നിട്ട് അവിടെ ജീവിക്കുക. ജപ്പാൻ ഇസ് മൈ ഡ്രീം കൺട്രി. ഇപ്പോൾ വാട്ട് എവർ മേ ബി ഒരു 5 വർഷം കഴിഞ്ഞാൽ ഈ പറയുന്നത് ഞാനായിരിക്കില്ല, വേറെ എൻ്റെ ഡ്രീംസ് മാറും, എൻ്റെ പ്രയോറിറ്റീസ് മാറും. ആണെങ്കിൽ എൻ്റെ ഒരു കൈ പോവും. എൻ്റെ കൈ വെട്ടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എന്തെങ്കിലും മറ്റേ മെഷീൻ വെച്ച കൈ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ എൻ്റെ അടുത്ത് പഠിക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റിൽ ഞാനിപ്പം പണി കഴിഞ്ഞ റൂമിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ തല തേങ്ങയോടെ ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതാണ് ജപ്പാനിൽ പോകുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇത് പറയാനാണെങ്കിൽ നാളെ വർക്കൗട്ടിന് വേണ്ടിയിട്ടുണ്ടോ. സോ ഗൈസ്, മേ ബി ഇന്നലെ നാളെ മറ്റന്നാൾ അല്ലേ, അത് കഴിഞ്ഞില്ലെങ്കിൽ മറ്റന്നാൾ കഴിഞ്ഞാലും ഡേയ്സ് ഉണ്ടല്ലോ. അപ്പോൾ
ആരും കേട്ടില്ല. അപ്പം നമ്മൾ ക്യാമറ ഇവിടെ നമ്മൾ ഇന്നലെ നാളെ ഒരു ദിവസം എന്താ ഒരു 10-20 പേര് അറിയപ്പെടും. പറയുന്നത് ഇപ്പം പറയുന്നത് ഒരു 100 പേരെങ്കിലും കാണും. സോ ശരി എന്നാൽ.